ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. ഓൾറെഡി നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്യാൻസർ ഉണ്ടോ എന്നുള്ളൊരു ഭീതി നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഞാനൊന്നും എനിക്ക് അങ്ങനത്തെ ഭീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉള്ളിടത്തും അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻസറിനെ കണ്ട് പേടിച്ചവർക്കും ഇതിൻ്റെതായൊരു പേടി ഉണ്ടാകാം. നമുക്ക് കുറച്ച് ക്ഷീണങ്ങൾ നമ്മൾ വരുമ്പം നമ്മൾ ഓൾറെഡി നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓൾറെഡി ഞാൻ പറയുമല്ലോ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾക്ക് മുഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പറയും ഒരു 40+ അല്ലേ, ഒരു 35 അങ്ങനെയൊക്കെ ഒരു പ്രായത്തിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു മാമോഗ്രാം ഒക്കെ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ആ മാമോഗ്രാം ഒക്കെ ചെയ്യുന്നിടത്തും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കണം കേട്ടോ, ഒരു വർഷത്തിന് ശേഷം പിന്നെ നമ്മൾ ആ മാമോഗ്രാം ഒക്കെ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഒരു 10% മാത്രമാണ് ഓൾറെഡി നമുക്കത് കറക്റ്റ് ആകുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ചിലപ്പോൾ പിന്നെയൊക്കെ തിരിച്ചു വരാം. പിന്നെ ചില ക്യാൻസർ അങ്ങനെയല്ല കേട്ടോ. കൊളൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ദശ പോലെ വളരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പിന്നെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരെ 10 വർഷം വരെ നമുക്ക് ഓൾറെഡി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം കേട്ടോ. 10 വർഷം വരെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ കുടലിലെ ക്യാൻസറൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്തു, എനിക്കിനി രോഗം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏത് നിമിഷമൊക്കെ തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ പറയുന്നതാണ്. ആരും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല, അങ്ങനത്തെ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇപ്പം ചോദിക്കാറുണ്ട്, അവരൊക്കെ പറയാറുണ്ട്, എൻ്റെ ഇടയിൽ നീ ഇത്രത്തോളം ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുക, പക്ഷെ ഞങ്ങൾക്ക് അതിനേക്കാളും പേടിയാണ്, ഞങ്ങളിപ്പോഴും പേടിക്കുവാണ്. ഞങ്ങൾക്ക് ഒരു ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പം ഞങ്ങൾക്ക് ക്യാൻസർ ആണോ എന്നൊക്കെ ഞങ്ങൾ പേടിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എന്നാ പറയുന്നത്, വയറ്റിൽ നിന്ന് പോകാത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ എന്നിട്ട് ചിന്തിക്കുക ക്യാൻസർ ആണെന്ന്. ആരും അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ വന്ന് അത് കുറേ കാലങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കണം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം ക്യാൻസർ പേഷ്യൻസ് ഒക്കെ പറയുന്നത്, ഞാനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ഡോക്ടേഴ്സിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളോട് പറയുന്നത് കുഴപ്പമില്ല, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളാണൊക്കെയാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട, നമുക്കറിയാലോ. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു അവസ്ഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ മാത്രമല്ല നമ്മൾ കാണിക്കുക. ഒരു ഡോക്ടറുടെ മാത്രം നമ്മൾ രണ്ടറിലാണ് നമ്മുടെ ട്രീറ്റ്മെൻ്റ് എങ്കിൽ ആ ഡോക്ടേഴ്സിന് നമ്മുടെ ഒരു രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഡോക്ടറിനെ കാണിച്ചു, നമ്മളത് മരുന്ന് മേടിച്ചു, അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ചിന്തിക്കും, ഈ ഡോക്ടർ ശരിയല്ല, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റല്ല. പിന്നെ നമ്മൾ ഓടും അടുത്തയാളുടെ അടുത്തേക്ക്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും, പിന്നെ നമ്മൾ ഓടും അടുത്തയാളുടെ അടുത്തോട്ട്, പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടത് കാര്യമില്ല കേട്ടോ. നമ്മൾ ഏകദേശം നമ്മൾ കാണിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിക്കുക. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഓക്കെ ആകും കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒത്തിരിയൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനെപ്പോഴും പറയല്ലോ, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും. അതാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ.